ഹായ് ഹലോ അസ്സാം വലൈക്കും. മോട്ടിവേഷൻ വിത്ത് സാബിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഹാർദമായ സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. സുഖമായിരിക്കട്ടെ. അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. ഇന്ന് മീൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നല്ല ഫ്രഷ് മീനാണ് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് വളരെ പെട്ടെന്ന് എത്രയും സിമ്പിളായിട്ട് എങ്ങനെയാണ് മീൻ കറി വെക്കുകയെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിൻ്റെ തല അങ്ങനെ വാൽ പീസൊക്കെ അങ്ങനെ എടുത്തിട്ട് കറി വെക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ്. പിന്നെ അതിൻ്റെ നടുക്കഷ്ണങ്ങളൊക്കെ പൊരിക്കാമെന്ന് വിചാരിച്ചിട്ട് അത് മാറ്റി വെച്ചിട്ടുണ്ട്. അത് ആദ്യം നന്നായിട്ടൊന്ന് കഴുകണം. നല്ല വൃത്തിയായിട്ട് മീനൊക്കെ കഴുകി വെച്ചിട്ടുണ്ട്. കഴുകി വെച്ചിട്ട് പിന്നെ നമുക്ക് പൊരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു ചീനച്ചട്ടി എടുത്തിട്ട് അതിൽ ഏതെങ്കിലും ഒരു പാത്രം എടുത്തിട്ട് അതിൽ 2 സ്പൂൺ മുളക് പൊടി, അതിലേക്ക് ഒരു അര സ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ഉപ്പും പാകത്തിനുള്ള ഉപ്പും, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമുക്ക് അതിങ്ങനെ ചതച്ച് എപ്പോഴും സ്റ്റോക്ക് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് എന്ത് റെഡിയാക്കുമ്പോഴും അതിൽ നിന്ന് എടുത്തിട്ട് ആഡ് ചെയ്യുക. അപ്പോൾക്കപ്പ അരക്കാൻ നിൽക്കുമ്പോഴാണ് ഒക്കെ സമയം വീഴുക. ഒക്കെ റെഡിയാക്കി വെച്ചാൽ നമുക്ക് പണികളൊക്കെ പെട്ടെന്നാവുന്നതാണ്. എന്നിട്ട് അതിലേക്ക് കുറച്ച് സുറുക്കയും ഒഴിച്ച് കൊടുക്കുക, വിനാഗിരി. എന്നിട്ട് അതിൽ വെള്ളം പോരാന്നുണ്ടെങ്കിൽ കുറച്ചൊരു വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ പേസ്റ്റ് രൂപത്തിലാക്കുക. അതിലേക്ക് ഓരോരോ കഷ്ണങ്ങളായിട്ട് മീൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് കറി വെക്കുന്നതിൻ്റെ മുന്നേ ആദ്യം ഇതുപോലെ മീനൊന്ന് മസാല ഒക്കെ തേച്ച് വെച്ച് പറഞ്ഞാൽ കറി വെച്ച് കഴിയുമ്പോഴേക്കും മീനിൽ മസാല ഒക്കെ നന്നായി പിടിക്കും. കറി വെക്കാനും ഒരുപാട് ടൈമൊന്നുമില്ല, വളരെ പെട്ടെന്ന് റെഡിയാക്കുന്ന മീൻ കറിയാണ്. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. ഏറ്റവും സിമ്പിളായ രീതിയിൽ വളരെ ടേസ്റ്റി ആയിട്ട് എങ്ങനെയാണ് മീൻ കറി വെക്കുക എന്നാണ് ഇന്നത്തെ മീൻ കറി. ഇതുപോലെ മസാലയൊക്കെ തേച്ചിട്ട് അത് നമുക്ക് മാറ്റി വെക്കാം. ഒരു പാത്രത്തിൽ ഇങ്ങനെ എടുത്തിട്ട് ഓരോന്നോരോന്നായിട്ട് അതിലേക്ക് അടുക്കി വെച്ചിട്ട് അതങ്ങോട്ട് മാറ്റി വെക്കാവുന്നതാണ്. ഇത് മീൻ ഇനിയിപ്പോൾ ഇത് കഴിയുമ്പോഴേക്കും കറി വെച്ച് കഴിയുമ്പോഴേക്കും മീനിലേക്ക് നന്നായി മുളകൊക്കെ പിടിച്ച് നല്ലോണം മസാലയൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഫ്രഷ് മീനാണ് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റും ഉണ്ടാവും. ഫ്രഷായിട്ട് എന്ത് കിട്ടിയാലും ഒക്കെ ടേസ്റ്റാണല്ലോ. ഇനി നമുക്ക് കറി വെക്കാനുള്ള ഇത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കൊച്ചുള്ളിയുണ്ട്, കുറച്ച് വലിയ ഉള്ളിയുണ്ട്, ഇഞ്ചിയുണ്ട്, വെളുത്തുള്ളിയുണ്ട്, പച്ചമുളകുണ്ട്, കറിവേപ്പിലുണ്ട്. ഇത് തേങ്ങ അരക്കാനുള്ളതാണ് കറിയിലേക്ക്. അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളിയും കൊച്ചുള്ളിയും, ഒരു മൂടി തേങ്ങയും, ഒരു 2 തക്കാളിയും, പിന്നെ അതിൽ കുറച്ച് വലിയ ജീരകമാണ്. അതും കൂടി നമുക്ക് അരക്കാനുള്ളത് മാറ്റി വെച്ചിരിക്കുകയാണ്. പിന്നെ ഇതുപോലെ ഒരു ചട്ടി അടുപ്പത്ത് വെക്കുക. ഗ്യാസിൽ മൺചട്ടിയിലാണ് മീൻ കറി വെക്കുക. മൺചട്ടി വെച്ചാലാണ് മീൻ കറി ടേസ്റ്റ് ഉണ്ടാവുക. തേങ്ങയൊക്കെ ഇവിടെ അരച്ച് റെഡിയാക്കിയിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പുളി ചുടുവെള്ളത്തിലാണ് ഇട്ട് വെച്ചത്, അപ്പോൾ പെട്ടെന്ന് റെഡിയായി കിട്ടി. അതും കൂടി നമുക്ക് പിഴിഞ്ഞിട്ട് തേങ്ങയിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. തേങ്ങയും പുളിയും എല്ലാം ഒരുമിച്ച് ഒഴിച്ചാൽ മതി. പിന്നെ ചട്ടി ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉള്ളി, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൽ കൊച്ചുള്ളിയുണ്ട്, വലിയ ഉള്ളിയുണ്ട്, രണ്ടും കൂടിയാണ്. അതേപോലെ തന്നെ തേങ്ങ അരക്കുന്നതിലും കുറച്ച് കൊച്ചുള്ളിയും തക്കാളിയും ചേർത്തിട്ടുണ്ട്. എന്താണ് പറഞ്ഞാൽ അതിൽ കൂടെ മിക്സ് ചെയ്യുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് നല്ല നമ്മൾ ഈ ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുന്ന കറിയുടെ ഒരു ടേസ്റ്റാണ്. പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയതാണ്. ഒരു പണി സിമ്പിളാണ്. നമുക്ക് ഈ അരിയണ പണി തന്നെ ഉള്ളൂ. വെക്കണതൊന്നും ഒരു ഇതുമില്ല. എല്ലാവർക്കും സിമ്പിളായി ചെയ്യാവുന്ന ഒരു മീൻ കറിയാണ്. പിന്നെ അതിലേക്ക് 2 തക്കാളി എടുത്തിട്ട് കറിക്ക് അനുസരിച്ചിട്ടുള്ള തക്കാളി എടുത്താൽ മതി. ഞങ്ങൾ കുറച്ച് കൂടുതൽ കറി വെക്കുന്നുണ്ട്, അപ്പോൾ അതുകൊണ്ടാണ് 2 തക്കാളി അതിലും 1 തക്കാളിയാണ് തേങ്ങയിൽ ആഡ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. കറിവേപ്പില ഇടാൻ മറക്കരുത്. കറികൾക്കൊക്കെ വെളിച്ചെണ്ണ ഒഴിക്കാൻ ശ്രമിക്കുക. കറികൾക്കും മീൻ പൊരിക്കാനും ഏത് എടുക്കുമ്പോഴും നമ്മൾ കോക്കനട്ട് ഓയിലാണ് ഏറ്റവും ഗുണമുള്ള സാധനം. എല്ലാവരും കൊളസ്ട്രോൾ അങ്ങനെ അങ്ങനെയൊക്കെ പറയും. പണ്ടുള്ളവരൊക്കെ ഉപയോഗിച്ചത് കോക്കനട്ട് ഓയിലാണ്. നല്ല ഏറ്റവും ഈ സൺഫ്ലവർ അതൊക്കെ വെറുതെയാണ്. ഇതാണ് ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ളത്. അപ്പോൾ കോക്കനട്ട് ഓയിൽ എടുത്താൽ മതി. പിന്നെ ഉള്ളിയും അതൊക്കെ നല്ലോണം വഴറ്റി വരുമ്പോഴേക്കും ഇങ്ങനെ തവി ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് തീ ഒന്ന് കുറച്ച് വെക്കണം. പൊടികൾ ചേർത്തുമ്പോൾ തീ ഒന്ന് കുറച്ച് വെക്കണം. കാരണം മൺചട്ടിയും കൂടി ആയതുകൊണ്ട് പെട്ടെന്ന് കാറൽ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ തവി ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും ആവശ്യത്തിന് ഇട്ട് കൊടുത്താൽ മതി. ഞങ്ങൾ 2 സ്പൂണും മുളക് പൊടി 1 സ്പൂണും മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് അതിങ്ങനെ ആ ശേഷം അത് ഇളക്കി കൊടുത്താൽ മതി. തീ നല്ലോണം കുറച്ച് വെക്കണം. കുറച്ച് വെച്ചിട്ട് തന്നെ അതിങ്ങനെ ഒരു വരുന്നത് കണ്ടോ.
എന്നിട്ട് പിന്നെ അതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയും പുളിയും ചേർത്തിട്ട് തേങ്ങ അരച്ച് വെച്ചതിൽ പുളിയും ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അത് ഇതിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. അതും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഇനി ആവശ്യത്തിനുള്ള വെള്ളം ആ മിക്സിയുടെ ജാറിൽ തന്നെ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തിട്ട് അതും കൂടി ഒഴിച്ചു കൊടുക്കുക. കുറച്ച് ലൂസിൽ വെക്കുന്നവർക്ക് കുറച്ചും കൂടി വെള്ളമൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. ഞങ്ങൾക്ക് ഒരുപാട് ലൂസിലൊന്നുമല്ല, ഒരുപാട് കട്ടിയല്ല, അങ്ങനെയാണ്. ചിലർ കുറച്ചൊരു ലൂസാണ് വെക്കുക, ചിലർ കുറച്ച് നന്നായി കട്ടിയിലാണ് വെക്കുക. ഞങ്ങളൊരു മീഡിയം ഇതിലാണ് വെക്കാറ്. അപ്പോൾ അതിനുള്ള പാകത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതങ്ങനെ ഒന്ന് അടച്ചു കൊടുക്കുക. അടച്ചു കൊടുക്കണം, നന്നായി അടച്ചു കൊടുക്കരുത്, കാരണം തിളച്ച് പൊന്തി പോകാൻ പാടില്ല. അടച്ച് കൈയെടുക്കുമ്പോഴേക്കും അത് തിളച്ച് വന്നു. പെട്ടെന്ന്, ഞാൻ പറഞ്ഞില്ലേ, പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയൊരു നല്ല അടിപൊളി മീൻ കറിയാണ്. അപ്പോൾ തിളച്ച് വന്നപ്പോൾ ആ മീൻ കഷ്ണങ്ങളൊക്കെ ഓരോന്നായി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുക. ഉപ്പ് വേണോ, ഇനി ഉപ്പ് വേണമെങ്കിൽ ഈ സമയം തന്നെ ഒന്ന് നോക്കുക. ഉപ്പ് വേണമെങ്കിൽ കുറച്ചും കൂടി ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് ഒന്ന് റെഡിയായി വരുമ്പോഴേക്കും നമുക്കിവിടെ മീൻ പൊരിച്ചെടുക്കാം. മീൻ പൊരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു ദോശത്തവി പോലത്തെ വെച്ചാൽ നമുക്ക് പെട്ടെന്ന് മീൻ പൊരിച്ചെടുക്കാനും പറ്റും. മാത്രമല്ല നമുക്ക് ഈ എണ്ണ കൂടുതൽ ഒഴിക്കേണ്ട ആവശ്യമില്ല. കൂടുതൽ എണ്ണ പറ്റാത്തവർക്കൊക്കെ അങ്ങനെ ചെറുതായിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്തെടുത്താലും മതി എണ്ണ. ഇതുപോലെ ഓരോരോ മീൻ കഷ്ണം അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ആകുമ്പോൾ ഒരുപാട് മീൻ ഇട്ടിട്ട് പൊരിക്കാൻ പറ്റും. നമ്മൾ ഈ കുഴി പോലെയുള്ള ചട്ടിയൊക്കെ ആകുമ്പോൾ നമുക്കൊരു 4-5 മീൻ ഇടുമ്പോഴേക്കും അത് ഫുള്ളായ പോലെ തോന്നും. ഇങ്ങനെ ആകുമ്പോൾ നമുക്കൊരു 10 കഷ്ണവും ഒക്കെ പെട്ടെന്ന് പൊരിച്ചെടുക്കാം. എന്നിട്ട് അതിൻ്റെ മേലെ കുറച്ച് കറിവേപ്പിലയും കൂടി തൂവിടുക. പെട്ടെന്ന് റെഡിയാകും. നമുക്ക് പെട്ടെന്ന് റെഡിയാകും. ഇത് കണ്ടോ, അടിയിൽ പിടിക്കുക, മറിച്ചിടാനൊന്നും ഒരു റിസ്ക്കുമില്ല. നമ്മളിങ്ങനെ വെറുതെ ഒന്ന് ചട്ടം തൊടുമ്പോൾ തന്നെ അത് കൈയോടെ വരും. എണ്ണയും ലാഭം. എണ്ണ ഇനി പറ്റാത്തവർക്ക് അതും പ്രശ്നമില്ല. അപ്പോൾ ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റ് ചെയ്യുന്നു, ഒന്നും പറയാനില്ല. നല്ല ചൂടുള്ള ചോറിൻ്റെ കൂടെ നല്ല അടിപൊളി മീൻ കറിയും അതിലേക്ക് മീൻ പൊരിച്ചതും ചെറുപയറും ഉപ്പേരിയും പപ്പടം എല്ലാം കൂട്ടിയിട്ട് നല്ലൊരു പിടുത്തം പിടിച്ചു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. സബ് ചെയ്യാത്ത കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ. ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ബൈ. അസ്സലാമു അലൈക്കും. ബൈ. സീ യു.